ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പച്ചരിയൊക്കെ അരച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഇത് നമ്മൾ ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗോതമ്പും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് കാണണ്ടേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ വേണം. ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ തേങ്ങയാണെങ്കിൽ അതൊരു 1/2 കപ്പ് വേണം. പിന്നെ 250 ml കപ്പിൽ ഇത് ഞാനൊരു പൗഡേർഡ് ഷുഗർഡ് ആയിട്ടുള്ള കുറച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 250 ml കപ്പ് അളവിൽ നമ്മൾ ചീകി എടുത്തിരുന്നത് ഇതേപോലൊരു ശർക്കര പാവ് നമുക്ക് കാച്ചി, കാരണം എല്ലാവർക്കും അത് കാച്ചാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് കാച്ചി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് ഞാൻ ഇതേപോലെ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടറോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് റൈസൻസ്, നമ്മുടെ കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇതേപോലെ നട്ട്സ് ആയിട്ടൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കതൊന്ന് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബനാന പഴം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഴവും നെയ്യിലേക്ക് കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആണ്, ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കണ്ട. ആ ഒരു ചെറിയ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഒത്തിരി അങ്ങ് കുത്തി ഉടച്ച് ആ ഒരു പരുവത്തിൽ ചെയ്യേണ്ട. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതെപ്പോഴും നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 4 സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മെൽറ്റാവും. അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ 250 ml കപ്പിൽ കുറച്ച് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്, ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈയുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു 5 ഇതളായിട്ടുള്ള ഞാൻ കുറച്ച് ഏലക്ക ഇങ്ങനെ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ ശർക്കരപ്പാവ് കാച്ചി വെച്ചേക്കുന്ന എല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ മിക്സിയിൽ അടിക്കുന്നത്. അല്ലാതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് വെട്ടുകയാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് ഇപ്പോൾ അരച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം സോഡാപ്പൊടി ആഡ് ചെയ്യുന്നു, കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പഴവും അതിൻ്റെ മിക്സും കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് നല്ലൊരു സ്പൂൺ നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു മാവിനകത്ത് എല്ലാം കൂടെ നന്നായിട്ട് ആവുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും മേളിലിടാൻ വേണ്ടിയിട്ട്, അതായത് ആവിയിൽ വെക്കുന്ന സമയത്ത് മുകളിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടൊന്നും സെപ്പറേറ്റ് ഒന്നും മാറ്റിയൊന്നും വെച്ചിട്ടില്ല. ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിന് ലേശം സോഡാപ്പൊടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര അളവിലാണ് കേട്ടോ ഞാൻ സോഡാപ്പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് എനിക്ക് കേട്ടോ ഇത് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ കുറച്ച് ഷീറ്റ് അതിലേക്ക് ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ട് ഓയിൽ തടവിയിട്ടാണ് ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി എനിക്ക് അത്രയും ഇച്ചിരി പൊക്കമുള്ള സ്റ്റീൽ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി പൊക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഫുള്ള് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു ഇഡ്ഡലി തട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ എൻ്റെ സ്റ്റീമർ വേറെ ഇല്ല. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 15
മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഗ്യാസിൻ്റെ വേവിനനുസരിച്ചായിരിക്കും കേട്ടോ. അതൊരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്കൊരു 15 മിനിറ്റാണ് സമയം എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാമൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇച്ചിരി കടിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുവാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഞാനിത് ഓൾറെഡി കഴിച്ചു. കാരണം ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നീടാണ് ഞാൻ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിസ് ചെയ്യരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. അപ്പം നമുക്ക് അധികം സമയമൊന്നും വേണ്ട. വീട്ടിൽ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരിതാണ്. കണ്ട നല്ല സോഫ്റ്റാണ്. ഞാനൊന്ന് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചതാണ്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കാരണം പഴവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് സാധാരണ പഴം വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ സാധാരണ പഴമാണ് ഇട്ടിട്ടുള്ളത്. ഏത്തക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.